Hello students. Today we are discussing about coordination, its features, importance, principles and techniques. First topic is coordination. Certain authorities consider coordination is an important function of management. Some feels that it is the sum total of managerial functions. ചില അതോറിറ്റീസ് കൺസിഡർ ചെയ്യുന്നത് കോർഡിനേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻ ആയിട്ടാണ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനായ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും പോലൊരു ഫങ്ഷൻ ആയിട്ടാണ് കോർഡിനേഷനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ചിലർ കൺസിഡർ ചെയ്യുന്നത് മാനേജീരിയൽ ഫങ്ഷൻ്റെ ഒരു ആകെത്തുകയായിട്ടാണ്. എല്ലാ മാനേജീരിയൽ ഫങ്ഷനും അക്കംപ്ലീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ടാണ് കോർഡിനേഷനെ കൺസിഡർ ചെയ്യുന്നത്. Coordination refers to the process of integrating the activities of different units of an organization to achieve the organizational goals. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്, അതായത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിഫറെൻറ്റ് ഡിവിഷൻസും ഉണ്ടാകും. ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, ഒരുമിപ്പിക്കുന്ന പ്രോസസ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. Mooney and Reilly define coordination as an orderly arrangement of group efforts to achieve common goals of the organization by applying unified efforts of the people working in the organization. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾസിൻ്റെ എഫേർട്സ് എല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒരു ഗ്രൂപ്പ് എഫേർട്ടാക്കി അതൊരു സിസ്റ്റമാറ്റിക്കും ഓർഡറിലും അറേഞ്ച് ചെയ്ത് അതിലൂടെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് കോർഡിനേഷന് മൂണിയും റെയിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ് വൺ, എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. Coordination is not a separate function of management. It is present in each function of management and it is required at all levels and in all departments of the enterprise. സോ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫംഗ്ഷനിലും തന്നെ നമുക്ക് കോർഡിനേഷൻ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവൽസിലും കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ കോർഡിനേഷൻ മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, കണ്ടിന്യൂസ് പ്രോസസ്. Coordination is not a one-time function but a continuous process. It begins at the planning stage and continued till controlling. സോ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ് തൊട്ട് കൺട്രോളിങ് വരെ എല്ലാ ആക്ടിവിറ്റീസിലും കോർഡിനേഷൻ ഉണ്ട്. സോ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ കോർഡിനേഷനും കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. നെക്സ്റ്റ്, ഗ്രൂപ്പ് എഫേർട്ട്. There is no need for coordination when an individual works in isolation. Coordination applies to a group. ഒരാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്തൊന്നും കോർഡിനേഷൻ ആവശ്യമായിട്ടില്ല. ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ കോർഡിനേഷൻ ഒരു ഗ്രൂപ്പ് എഫേർട്ടാന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, യൂണിറ്റി ഓഫ് ആക്ഷൻ. ദി പർപ്പസ് ഓഫ് കോർഡിനേഷൻ ഈസ് ടു സെക്യൂർ യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ദി റിയലൈസേഷൻ ഓഫ് എ കോമൺ പർപ്പസ്. ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ആ കോമൺ പർപ്പസ് എന്താണ്, അതിനെ ആസ്പദമാക്കിയിട്ട് ഓരോരുത്തർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലെല്ലാം ഒരു യൂണിറ്റി ഉണ്ടാവണം. പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ മാനറിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ്, കോമൺ പർപ്പസ്. കോർഡിനേഷൻ ഫംഗ്ഷൻ ഹാസ് എ കോമൺ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ്ഡ്. ടു അച്ചീവ് ദിസ് there must be integration of efforts of the people. സോ കോർഡിനേഷൻ ഒരു കോമൺ പർപ്പസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും കോർഡിനേഷൻ്റെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ പീപ്പിൾസിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ എഫേർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഈ കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ഡെലിബറേറ്റ് എഫേർട്സ്. കോർഡിനേഷൻ ഈസ് നോട്ട് വോളണ്ടറി. എ മാനേജർ ഹാസ് ടു കോർഡിനേറ്റ് ദി എഫേർട്സ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് മാനർ. സോ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വമേധയെ നടക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ഒരു മാനേജർ ബോധപൂർവം വളരെ ആലോചിച്ചിട്ടാണ് മറ്റുള്ളവരുടെ എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ് വൺ, ഇൻക്രീസസ് എഫിഷ്യൻസി. Through an effective coordination system, the efficiency of an organization can be increased by avoidance of duplication of efforts. നല്ലൊരു കോർഡിനേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ വർക്കുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വീണ്ടും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. അങ്ങനെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കോർഡിനേഷനിലൂടെ സാധിക്കും. സെക്കൻഡ് വൺ, കീ ടു അതർ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ദി കീ ടു ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്.
എല്ലാ മാനേജീരിയൽ ഫങ്ഷൻ ഒരു കീ ആയിട്ട് കോർഡിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ഫങ്ഷൻസ് എല്ലാം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അതിനുള്ളിലൊരു കോർഡിനേഷൻ വേണം. തേർഡ് വൺ, യൂണിറ്റി ഓഫ് ആക്ഷൻ. An organization has various resources, techniques, activities, etc. All these must be coordinated to bring a unity through unity in action. സോ ഒരു ഓർഗനൈസേഷനുള്ള ഡിഫറെൻറ്റ് റിസോഴ്സും ടെക്നിക്സും ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ അവിടുത്തെ എംപ്ലോയീസിലും ആ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല എഫക്റ്റീവായിട്ട് എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസേഷൻ. If coordination is absent in an organization, then the activities can be moved in specialized areas. Therefore, it helps in specialization. സോ ഈ സ്പെഷ്യലൈസേഷൻ ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കണമെങ്കിൽ ഒരു കോർഡിനേഷൻ വേണം. എങ്കിൽ മാത്രമേ ആരെ ഏതൊക്കെ ജോലികളാണ് ചെയ്യാനുള്ളതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് ആ ജോബ് എൻടൈറ്റിൽ ചെയ്ത് കൊടുക്കാനുമായിട്ട് സാധിക്കുള്ളൂ. സോ കോർഡിനേഷനിലൂടെ സ്പെഷ്യലൈസേഷനും ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. Next, survival of the organization. Coordination helps to achieve the objective of the organization. Then only it can survive in the society. So, coordination ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഓർഗനൈസേഷന് ആ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാനും സാധിക്കും. ലാസ്റ്റ് വൺ, ബേസിസ് ഫോർ മാനേജീരിയൽ ഫങ്ഷൻ. Coordination helps to conduct the managerial functions like planning, organizing, staffing, directing and controlling effectively. മാനേജീരിയൽ ഫങ്ഷൻസ് എല്ലാം എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് എമംഗ് ദി പീപ്പിൾ. ഒരു ഓർഗനൈസേഷനിലത്തെ എല്ലാവരുമായിട്ടും ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റും അതുപോലെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Second one is principle of early stages. According to this principle, coordination should start in the early stages of planning process of an organization. So planning എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതാണ് ഓർഗനൈസേഷൻ്റെ പ്രൈമറി ഫങ്ഷൻ. സോ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ കോർഡിനേഷനും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനത്തെ എല്ലാ ഏരിയയിലും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. According to this principle, all factors and situations are reciprocally related. There is independence among various factors and each factor influences other factor. സോ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ആ ഫാക്ടേഴ്സ് മറ്റ് ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, രണ്ട് പേര് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ വർക്കേഴ്സ് തന്നെ ബാക്കി എല്ലാ വർക്കേഴ്സിനും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോർത്ത് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് എ നെവർ എൻഡിങ് പ്രോസസ്. കോർഡിനേഷൻ ഷുഡ് ബി എക്സസൈസ്ഡ് ആസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി സോ ലോങ് ആസ് ദി ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. ഓർഗനൈസേഷൻ അവസാനിക്കുന്നത് വരെ ആ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു നെവർ എൻഡിങ് പ്രോസസ് ആയിട്ടായിരിക്കും കോർഡിനേഷൻ ഓർഗനൈസേഷനിൽ ഉണ്ടാവേണ്ടത്. Last one is the principle of self-coordination. It refers to actions initiated by a department on its own in relation to the changes in other departments. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ ചേഞ്ചസ് വരുന്നതനുസരിച്ചിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്വയം ഓരോ ചേഞ്ചസ് വരുത്തണം. നെക്സ്റ്റ്, ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ് വൺ, സൗണ്ട് പ്ലാനിങ്. കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ്സ് സൗണ്ട് പ്ലാനിങ് ഇൻ ദി ഓർഗനൈസേഷൻ. The plan, policies and comprehensive programs prefer coordination of activities and individuals. സോ ഒരു ഓർഗനൈസേഷനിലത്തെ പ്ലാനും പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഫോം ചെയ്യുന്ന ടൈമിൽ തന്നെ അത് ആക്ടിവിറ്റീസിനെയും ഇൻഡിവിജ്വൽസിനെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ എഫക്റ്റീവ് കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനിൽ പോസിബിൾ ആവുകയുള്ളൂ. സെക്കൻഡ് വൺ, വെൽ ഡിഫൈൻഡ് ഗോൾസ്. ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ്. Each individual in the organization should understand the overall objectives of the organization. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തതായിരിക്കണം. അതുപോലെ ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും ആ ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റണം. എങ്കിൽ മാത്രമേ അതനുസരിച്ചിട്ട് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് അതുപോലെ ക്രമീകരിക്കാനും സാധിക്കുകയുള്ളൂ.
Next, sound organization structure. Coordination is not possible without a sound organization structure. The authority and responsibility for each and every position and employees should be clearly defined. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ പൊസിഷനിലെയും അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിൻ്റെയും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആ ഓർഗനൈസേഷനിലുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതിലൂടെ മാത്രമേ കോർഡിനേഷനും പോസിബിൾ ആക്കാൻ പറ്റുകയുള്ളൂ. Next, effective communication. Coordination helps in creating proper understanding among persons. Without effective communication, proper coordination may not be successful. The ideas, opinions should be interchanged freely. സോ ഒരു ഓർഗനൈസേഷനിലത്തെ ഡിഫറെൻറ്റ് പേഴ്സൺസും ഇൻഡിവിജ്വൽസും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് അവരുടെ ഐഡിയാസും ഒപ്പീനിയൻസും പരസ്പരം ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ്, പ്രോപ്പർ ലീഡർഷിപ്പ്. പ്രോപ്പർ ലീഡർഷിപ്പ് ലീഡ്സ് ദി സബോർഡിനേറ്റ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് കേപ്പബിളി. A good managerial leader uses the motivational tools to coordinate the employees with effective communication system. സോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ലീഡർഷിപ്പ് ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ അവരെ എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പ്രോപ്പർ സൂപ്പർവിഷൻ. സൂപ്പർവൈസേഴ്സ് കോർഡിനേറ്റ് ദി സബോർഡിനേറ്റ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കാനോട്ട് കോർഡിനേറ്റ് ഓൾ എംപ്ലോയീസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് എല്ലാ എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ലോവർ ലെവലിൽ, അതായത് ഓപ്പറേഷൻ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ സൂപ്പർവൈസർ വേണം. സോ നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Next, cooperation. When employees are not cooperative, coordination may not be made easy. So cooperation is essential in the organization. എംപ്ലോയീസ് ഈ കോർഡിനേഷനോട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോർഡിനേഷൻ ഈസി ആയിരിക്കില്ല. സോ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കോർഡിനേഷൻ പോസിബിൾ ആക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, സ്റ്റാഫ് മീറ്റിംഗ്സ് ആൻഡ് കോൺഫറൻസസ്. The meeting and conference provided to the staff is a platform for discussion and solution of various problems faced by the departments. സോ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ അറിയണമെങ്കിൽ സ്റ്റാഫ് മീറ്റിംഗ് അതുപോലെ തന്നെ കോൺഫറൻസസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. സോ അതിലൂടെ ഓരോ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനും അതുവഴി കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഡിസിഷൻ. The group decision is a decision in which all members of the organization are participated to make decisions. സോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാ മെമ്പേഴ്സിനെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനമായിട്ടത് കരുതുകയും അതനുസരിച്ചിട്ട് കോർഡിനേഷൻ ഓർഗനൈസേഷനിൽ കൊണ്ടുവരികയും ചെയ്യും. ലാസ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് കമ്മിറ്റീസ്. എ കമ്മിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എൻട്രസ്റ്റഡ് വിത്ത് ഫങ്ഷൻസ് കളക്റ്റീവ്ലി ആസ് എ ഗ്രൂപ്പ്. The decisions of committee are easy to be implemented as all who are represented are bound to follow committee decisions. സോ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെടുക്കുന്ന ഡിസിഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. Coordination is the conscious and deliberate association. Cooperation is a voluntary association. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് ബോധപൂർവമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അസോസിയേഷനാണ്. പക്ഷേ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്വമേധയാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അസോസിയേഷനാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ്. കോപ്പറേഷൻ ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻസ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമലായിട്ടും ഇൻഫോർമലും ആയിട്ടുള്ള റിലേഷൻസിലൂടെയാണത് പ്രധാനമായിട്ട് നടക്കുന്നത്. പക്ഷേ കോപ്പറേഷൻ ഉണ്ടാവുന്നത് ഇൻഫോർമൽ റിലേഷൻസിലൂടെ മാത്രമാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഈസ് എസെൻഷ്യൽ വെയർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കുറച്ച് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ കോർഡിനേഷൻ എസെൻഷ്യലാണ്. അവിടെ നിർബന്ധമായും കോർഡിനേഷൻ വേണം. Then cooperation is arised out of the desire of the people to work together. പക്ഷേ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഒരു ഡിസയർ, അവർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടാവുള്ളൂ. അവിടെ നെസസറി അല്ല. ലാസ്റ്റ് വൺ, കോർഡിനേഷൻ കാനോട്ട് ഗ്യാരണ്ടി കോപ്പറേഷൻ ബട്ട് കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ.
കോർഡിനേഷൻ ഒരിക്കലും ഒരു കോപ്പറേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തില്ല. പക്ഷേ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും കോർഡിനേഷൻ ഉണ്ടാവും.